കിച്ചുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നതേ പൂച്ചക്കുട്ടികൾ, നമ്മുടെ ബ്ലാക്കിയും ലൂക്കി. പട്ടിക്കുട്ടിയായ ലക്കീനെ കുളിപ്പിക്കലെല്ലാം കഴിഞ്ഞു. ഇനി ഇതേ ബ്ലാക്കിനെയും ലൂക്കസിനെയും കുളിപ്പിക്കുന്ന രംഗമാണ് ഇനി കാണാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലക്ക് പോകാൻ നൊയമ്പൊക്കെ എടുക്കുകയാണ്. അപ്പം അതുകൊണ്ട് അവരെ കുളിപ്പിക്കലും കാര്യങ്ങളാണ്. നൊയമ്പ് എടുത്തേക്കാണ് ഞങ്ങൾ. അനിയന്മാർ ശബരിമലയിൽ പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ലക്കീനെ രാവിലെ കുളിപ്പിച്ച്, ലക്കി എന്ന് പറഞ്ഞപ്പോൾ അവൻ അവിടെ കിടന്ന് ഒച്ചെടുക്കുന്നുണ്ട്. ഇനി ബ്ലാക്കിനെയും ലൂക്കസിനെയും കുളിപ്പിക്കണം. അപ്പം അനിയൻ കുളിപ്പിക്കാൻ പോവുകയാണ്. കാണിച്ചു തരാം കേട്ടോ. ഒരാളെ തൂക്കിപ്പിടിച്ച് രണ്ടാളെയും തൂക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അയാളെ കൂട്ടി തന്നെ ഇട്ട് ബ്ലാക്കിനെയാണ് ഫസ്റ്റ് കുളിപ്പിക്കാൻ പോണേ. കുളിപ്പിക്കുന്ന രംഗം കാണിച്ചു തരാം. ഇങ്ങോട്ട് തിരിച്ച് കുളിപ്പിക്കടാ, ഇങ്ങോട്ട് തിരിച്ചൊന്ന് കുളിപ്പിക്കടാ. എനിക്ക് വയ്യ എഴുന്നേക്കാം, വെയിലാണ് ഇവിടെ. സോപ്പും പതയൊക്കെ ഒഴിച്ച് ഇവരെ കുളിപ്പിക്കുന്ന ഷാമ്പു ആണ്. ഷാമ്പാണ് കേട്ടോ, സോപ്പും പതയൊന്നും അല്ല, അത് ഷാമ്പാണ്. അത് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. അല്ലേ, ഇതാണ് ഷാമ്പ്. ഇതാണ് ലക്കീനെയും പൂച്ചേനെയും, നമ്മുടെ പൂച്ച ബ്ലാക്കീനെയും ലൂക്കേനെയും എല്ലാവരെയും കുളിപ്പിക്കുന്നത് ഈ ഷാമ്പ് ഇട്ടാണ് കേട്ടോ. വേണ്ട, ഇടക്കിട്ട് കുളിപ്പിക്കും. നിങ്ങൾക്ക് പൂച്ചേനെയൊക്കെ നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചേനെയും പട്ടീനെയൊക്കെ കുളിപ്പിക്കൂലേ എല്ലാവരും? ഇതേപോലെയാണോ കുളിപ്പിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് ചെവിയുടെ അവിടെയൊക്കെ. ഇവരൊക്കെ കുളിക്കാനായിട്ട് നിന്നരും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി കുരുത്തക്കേടുണ്ട്, എന്നാലും വലിയ പ്രശ്നമില്ല. ലക്കിക്കാണ്. പട്ടിക്കുട്ടീനെയും കുളിപ്പിക്കാൻ നമ്മളാണ് ഭയങ്കര ഒച്ചപ്പാടും ലഹളയും. ലക്കിക്കാണെങ്കിൽ കുളിക്കുന്ന ഇഷ്ടമല്ല. ഇവര് പിന്നെയും കുഴപ്പമില്ല, പറഞ്ഞാൽ കേട്ടോളും. അയ്യോ, നോക്കി പാവം. അപ്പം അതേൽ കളിക്കാൻ തോന്നണം. പിടിച്ചിരിക്കണുണ്ടോ? പിടിച്ചിരിക്കാൻ പറഞ്ഞപ്പോൾ ഭയങ്കര അനുസരണ. പിടിച്ചിരിക്കാൻ പറഞ്ഞപ്പോൾ തൂങ്ങിക്കിടക്കണ്. കഴിഞ്ഞു. ആ പിടിച്ചു. കഴിഞ്ഞു. വാ വിട്ടോ. കഴിഞ്ഞടാ. കഴിഞ്ഞു. അവിടെ പിടിച്ചെന്നോ. കഴിഞ്ഞു. അത് വിട്ടോ, ഞാൻ പിടിച്ചിട്ടുണ്ട്. വിട്ടോ. പിടിക്കാൻ പറഞ്ഞു, അതേ തന്നെ പിടിച്ചോണ്ട് നിന്നോളാം കേട്ടോ. ഇനി മണ്ണിലിറങ്ങാൻ പറ്റൂല.
കുളിപ്പിക്കട്ടെ കഴിഞ്ഞില്ല. ലക്കീനെ നമ്മൾ പല്ലൊക്കെ തേപ്പിച്ച് ലക്കീനെ പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ചട്ടാ. ഇവർക്ക് എനിക്ക് കഴിഞ്ഞില്ല. എവിടെ പോവാ? ഇല്ല, മണ്ണി ഇറങ്ങല്ലേ. ഞാൻ ആടി വരും. മണ്ണി ഇറങ്ങണ്ട. നേത്ത് പഠിച്ചേർന്നപ്പം പിടിച്ചിക്ക് നോക്കി. പിടിച്ചിക്കണുണ്ടോ? മേത്ത് പഠിച്ചേർന്നുണ്ടോ? അല്ല, മേത്ത് പഠിച്ചേറി. ഇതുണ്ടോ? പിടിച്ചിക്കണുണ്ടോ? മേത്ത് പഠിച്ചേറിയിട്ട്. എവിടെ കേറി പോണേ? അയ്യോ, ഞാൻ കേറി പോണേ. ഞാൻ കുളിക്കും നീ വിട്. അവിടെ കഴിഞ്ഞു മതിയടാ. ഇനി അപ്പൊ അത് തേക്കല്ലേ? അപ്പൊ അത് നന്നായിട്ട് കൂടിപ്പോയല്ലോ. കുറച്ചേ ഇട്ടുള്ളൂ, ഭയങ്കര മഴ. തുടയ്ക്കൂ. മതിയടാ വെള്ളം. പിന്നെയും പതയെ കയറണം. ഇനിയും കുളിക്കണം എനിക്ക്. കളിക്കാനാണ്, കളിക്കാൻ കളി കൂടുതലാണ് ഇതിന്. ഇതാണ് തോർത്ത്. ആ മതി കേട്ടോ. ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് ഇനി തുടയ്ക്കണം. അത് കുഴപ്പമില്ല. ഞങ്ങൾ കുളി കഴിഞ്ഞ് തോർത്ത് മേടിച്ച് പിടിക്കും. ഞങ്ങളുടെ കുളി കഴിഞ്ഞ് തോർത്തിട്ടോ. ഓ, എന്താണ് കുളിച്ചേന്? കുളിച്ചേന് എന്താണ്? എന്തുവാ? തണുക്കുന്നോ? തണുക്കണ്ട്. ഇപ്പൊ കഴി. അതിന് തണുക്കണെന്ന്. 2-3 ദിവസം കൊണ്ട് ഇവൻ ചൊറിയുന്നുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നല്ലപോലെ ചൊറിയുന്നുണ്ടായിരുന്നു. ഇനി ഇപ്പൊ ചൊറിച്ചിലൊക്കെ മാറും കേട്ടോ. ഭയങ്കര നാഗം. ഉഷാറായി. വാലും കൂടി താഴോട്ട് ഞാൻ വിടത്തില്ല, ഞാൻ കൂട്ടിലേ എടുത്തുള്ളൂ. ഇപ്പൊ താഴോട്ട് പോകാൻ പറ്റില്ല, കുളിയൊക്കെ കഴിഞ്ഞതാണ്. പിന്നെ മണ്ണി കളിക്കണ്ട. ഇഷ്ടപ്പെട്ടില്ല, ഞാൻ താഴോട്ട് ഇറക്കി വിടും. ഇപ്പൊ മരത്തിന് മുകളിൽ പഠിച്ചേറാൻ വേണ്ടിയാണ് താഴോട്ട് ഇറക്കി വിടാൻ പറയണേ. വിടില്ല. കഴിഞ്ഞ കുളി കഴിഞ്ഞ് ഞങ്ങളെ സുന്ദരിയായി. ഞങ്ങളുടെ ചെറുക്കൻ ഇവനാ, പക്ഷെ പെണ്ണായി ജനിച്ചു പോയി ഇല്ലയോ? എല്ലാ ചെറുക്കൻ്റെയും കുരുത്തക്കേട് ഞങ്ങൾക്കുണ്ട്.
കുരുത്തക്കേടിന്റെ ആശാത്തിയാണ്. കണ്ടൊക്കെ കാണിച്ചേ. വാലിന്റെ തുമ്പൊന്നും കുറച്ച് കൊട ഒന്നും ഇല്ല, കഴിഞ്ഞ് ഒന്നുമില്ല. ഉണങ്ങി. ഉണങ്ങിയില്ലേ? കുറച്ച് കഴിഞ്ഞപ്പോ ഓക്കെ. ചാടിപ്പോവട്ടാ, കുരുത്തക്കേട് ചെയ്യാൻ വേണ്ടിയാണ്. സുഞ്ചിരിയായി 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 സുഞ്ചിരി സുഞ്ചിരി സുഞ്ചിരി. ബ്ലാക്കി 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 എവിടെ? ബ്ലാക്കി ബ്ലാക്കി ആ ബ്ലാക്കി. ആ ഒരാളെയും കൂടി കുളിപ്പിക്കണം. നോക്കിക്കാണ്, ലൂക്കച്ചൻ നോക്കിക്കാണ്. ഞാൻ പോണ്. വേഗടിച്ചോ കണ്ട 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 ചാടി പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി. ഇപ്പൊ കുളി കഴിഞ്ഞതാണ്. തോർത്തോടേക്ക് അടുത്ത ആളെ കുളിപ്പിക്കാൻ പോണ്. എൻ്റെ ചെവിയിലൊക്കെ അഴുക്കുണ്ട്. ഇതേ പോയി ഓടി ഓടി ഓടി. ആൾ കുളിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം ഓടും. ഇവന് ഭയങ്കര മടിയാണ് കേട്ടാ, അപ്പം ഓടിക്കളയും. കുളിക്കാൻ പോണേ. ലൂക്കച്ചൻ കുളിക്കാൻ പോണേ. ലൂക്കച്ചനെ കുളിപ്പിച്ച് കഴിയുമ്പോൾ ലൂക്കച്ചൻ്റെ രോമൊക്കെ ഇങ്ങനെ ആയിപ്പോവും. ചുളി നല്ല ഇതായിട്ടിരിക്കുന്നല്ലേ. ഇവരുടെ ലൂക്കച്ചൻ്റെ ചെവിക്ക് ഭയങ്കര പെട്ടെന്ന് അഴുക്ക് പിടിക്കും. ഒന്നുമില്ല. ഇപ്പൊ കഴിയും. രണ്ട് ചെവിയിലും അഴുക്കങ്ങോട്ട് പെട്ടെന്ന് പിടിക്കും. വെള്ളമൊക്കെ മറിച്ചളയാണ്. കുരുത്തക്കേടാണ്. ലൂക്കച്ചനെ കുളിക്കാൻ ഇച്ചിരി മടി കൂടത്തില്ല. മടിയോ? കഴിഞ്ഞു. വാലൊക്കെയാ മെയിനായിട്ട് നമ്മള്. വാല്, ചെവി, വയറിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് തേക്കണം. വേറെ ഒന്നും ഇട്ട് തേക്കരുത് കേട്ടോ, കൈ കൊണ്ട് തേക്കാൻ പാടുള്ളൂ. പൂച്ച കുഞ്ഞുങ്ങളുടെയൊക്കെ നമ്മൾ കൈ കൊണ്ട് തന്നെ തേക്കാൻ പാടുള്ളൂ. വേറെ ഒന്നും തുരയ്ക്കാനൊന്നും പാടില്ല. അവരുടെ സ്കിന്നും മേലൊക്കെ വളരെ സോഫ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ കൈ കൊണ്ട് മാത്രമേ ഉരയ്ക്കാൻ പാടുള്ളൂ. അടങ്ങി. ഇവൾക്ക് എപ്പോഴും വയ്യായിക വരുന്നതാണ്. ഇവൾക്ക് എന്നെപ്പോലെ തന്നെ ഫിസ് വരും. ഞാനും ലൂക്കച്ചനും ചെറിയൊരു സാമ്യമൊക്കെ ഉണ്ട്.
നടക്കാൻ എനിക്ക് മടിയാണ്, ലൂക്കച്ചനും നടക്കാൻ മടിയാണ്. ലൂക്കച്ചന് ഫിസ് വരും, എനിക്കും ഫിസ് വരും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് സാമ്യമൊക്കെ ഉണ്ട്. മടിച്ചിപ്പാറുമാണ്, അതേപോലെ ഞാനും മടിച്ചിപ്പാറുമാണ്. നടക്കാൻ പറഞ്ഞ ഞാൻ, ഇവളും നടക്കാൻ ഭയങ്കര മടിയാണ്. ഞങ്ങൾ കുളിക്കുവാണേ. സുന്ദരി ആവണ്ടേ? ആവണ്ടേ? സുന്ദരി ആവണ്ടേ? വേണ്ടേ? വേണ്ട, കണ്ണടച്ച് കാണിക്കുന്നു. വേണ്ട, കുഞ്ഞു സുന്ദരി ഒന്നും ആവണ്ട. സുന്ദരി അല്ല, സുന്ദരൻ. സുന്ദരൻ ഇതാണാണ്. പക്ഷെ ഞങ്ങളുടെ പെണ്ണിതാ ഡീസന്റ് ഇറക്കാം. അവിടെ അതെ പിടിച്ചിട്ട് ബക്കറ്റ് വീഴല്ലേ. ബക്കറ്റ് വീഴും. ബക്കറ്റ് വീഴും. വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ വെള്ളത്തിൽ കളിക്കട്ടെ, വെള്ളത്തിലിട്. കഴിഞ്ഞു. ബക്കറ്റ് അതി കളിക്കണ്ട. എന്തുവാ സുന്ദരനാവണ്ടേ? വേണ്ട. എനിക്കാവണം, സുന്ദരനാവണം അല്ലേ ലൂക്ക? മുക്കി വെള്ളം കയറിയോ? ലൂക്കനധികം വെള്ളത്തിൽ നിൽക്കണ്ട. കഴിഞ്ഞ്. തുമ്മലായ ലൂക്കക്ക് കുളിക്കുമ്പോഴൊക്കെ തുമ്മൽ വരും കേട്ടോ, പെട്ടെന്ന് തുമ്മൽ വരും. ആദ്യം ഇവനെ കുളിപ്പിച്ചാൽ മതിയായിരുന്നു, തോർത്ത് നനഞ്ഞോണ്ട്. ഇതുകൊണ്ട് തുടക്കി, മോൻ തുടക്കി, നെഞ്ചുപൂരമൊക്കെ. നോക്കിയേ എങ്ങനെയായിരുന്നു ആളാ? നല്ല പൂട കുഞ്ഞാണ്. ഇപ്പൊ കുളി കഴിഞ്ഞപ്പോ നോക്കിയേക്ക ചുളുങ്ങി കൂടി ആകെ. ഈ കുളിയൊക്കെ അങ്ങോട്ട് കാണാൻ ചെക്കന് ഉണങ്ങണം. ഉണങ്ങി കഴിയുമ്പോ അടിപൊളി ആയിരിക്കും. ചെവിയൊക്കെ വെളുത്ത്, ചെവിയിലൊക്കെ പെട്ടെന്ന് ഇവന്റെ ലൂക്കാച്ചന്റെ ചെവിയിൽ പെട്ടെന്ന് അഴുക്കുപിടിക്കും. ഒന്നാം തന്നെ ഈ കളറാറുണ്ട്, പെട്ടെന്ന് അഴുക്കുപിടിച്ച് കഴിഞ്ഞാൽ അറിയാനും പറ്റും. ഇപ്പൊ നല്ല വെളുത്ത് സുന്ദരനായി. നോക്കാണിക്ക് ലൂക്കച്ചാ. തണുക്കുന്നോ? പിന്നെ തണുപ്പില്ല കേട്ടോ, ബാക്കി കയറുന്ന തണുപ്പ് നോക്കിയേ. ബ്ലാക്കി അവിടെ നിന്ന് തൂക്കാണ്, തുടക്കാണ്. ഇവരെ നല്ലപോലെ തുടയ്ക്കണം നമ്മൾ.
പിന്നെ ഒട്ടും തണുപ്പ് പാടില്ല. അവനെ പിന്നെ തുടച്ചില്ലേലും അവനെ കുഴപ്പമൊന്നുമില്ല. അവൻ തോണ്ട ചെയ്യുന്ന നോക്കിയേ, അവൻ സ്വയം ഇങ്ങനെ തുടച്ചോളും. കണ്ട ഇവള് ഇങ്ങനെ സ്വയം ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ വന്നപ്പോൾ വേഗം കണ്ട അവള് സ്വയം ഇങ്ങനെ തുടച്ച് അവൾക്കട ആ വെള്ളം ശരീരത്തിൽ ഇത്തിരി വെള്ളാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് കളയും. പക്ഷെ ലൂക്കസിന് അങ്ങനെ തുടയ്ക്കൂല. ലൂക്കസിന് ഇങ്ങനെ ഇരിക്കും. തോന്നുവാണെങ്കിൽ അവൻ തുടച്ചോളും. ആ ഇവൾക്ക് തുടച്ചു കൊടുക്കോട്ടെ. അവനൊരു തോന്നലുണ്ട്. ആ തോന്നലിന് ഇവളെയും തുടച്ച് നല്ല ക്ലിയർ ആക്കി ഇവനെയും മാറിപ്പോവും. ഞങ്ങൾക്ക് ഇത് പെണ്ണും അതാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചേക്കണത്. പക്ഷെ ശരിക്കും ഇതാണാണ്, ലൂക്കച്ചനാണ്. ഇതാണാണ് ലൂക്കച്ചൻ അതും മരം കയറി പെണ്ണ്. ശരിക്കും പറഞ്ഞാൽ നേരെ തിരിച്ചാണ് വരേണ്ടത്. ഒരു മിനിറ്റ്, അവനെയും കൂട്ടിലേക്ക് ഇടേട്ടാ. പുറത്തോട്ട് ചാടാൻ വേണ്ടി നോക്കിക്കാണ്. വേണ്ട തുടച്ചു കൊടുക്കണണ്ട. കുളി കഴിഞ്ഞപ്പോ അവന് വന്ന് തുടച്ചു കൊടുക്കാണ്. വേണ്ട, നിങ്ങളുടെയൊക്കെ പൂച്ചക്കുട്ടികൾ ഇതേപോലെ ചെയ്യോ? വേണ്ട, അവൻ സ്വയം തുടക്കത്തൊന്നുമില്ല. അവളാണ് അവന് തുടച്ചൊക്കെ കൊടുക്കണ. എന്തൊരു സ്നേഹം, ഭയങ്കര സ്നേഹത്തിലാണ്. ഇയാളിങ്ങനെ കൊടയും, ഇങ്ങനെ തുടക്കുക, ഇങ്ങനെ ഇക്കോളും. കാണിച്ചു കൊടുക്കാണ്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അല്ല അങ്ങനെ ചെയ്ത് കൊടുത്തപ്പോ അവൻ ഇപ്പൊ ഇങ്ങനെ തുടക്കുന്നുണ്ട്. എടാ ചൊറിച്ചില് മാറിയില്ലൂടാ നിന്റെ? ഇതാണ് ഞങ്ങളുടെ ബ്ലാക്കി ലൂക്കി. ഇവിടെ പ്രകമ്പനം മാറിപ്പോയി പറഞ്ഞതൊക്കെ. ലൂക്കച്ച ബ്ലാക്കി ആടാ, ലൂക്കച്ചിനെ തുടച്ചു കൊടുക്ക്. ലൂക്കച്ചിനെ തുടച്ചു കൊടുക്ക്. ഇപ്പൊ തുറക്കത്തില്ല, അവനോടച്ചോളി. ഇല്ല, തുറക്കത്തില്ല. കൈയിട്ട് വിളിക്കണ് തുറക്കാൻ. തുടച്ചു കൊടുക്ക അവന്. കണ്ടോ, തുടച്ചു കൊടുക്കാൻ പറയുമ്പോ തുടച്ചു കൊടുക്കണുണ്ടോ? ഭയങ്കര അനുസരണയൊക്കെയാണ് ബ്ലാക്കിക്ക് ഭയങ്കര അനുസരണയാണ്. എടാ നിനക്ക് നിന്റെ ചൊറിച്ചില് മാറിയില്ലോ. നിന്നൊക്കെ ഇപ്പൊ കുളിപ്പിച്ചല്ലയോ? അതിങ്ങനെ ഇതാണ്ട വെള്ളത്തിന്റെ ഇത് കളയുന്നതായിരിക്കും. ലൂക്കയുടെ രോമം നോക്കി. ലൂക്കക്ക് ഇനി രോമം നല്ലോണമായി വരും കേട്ടാ. ഇപ്പൊ കുളിപ്പിച്ചതിന്റെ ഇതിൽ ഇങ്ങനെ ചൊട്ടിയിരിക്കണം. ഇനി നല്ല ഇതാവും. കുറച്ച് കഴിയുമ്പോൾ നല്ല സുന്ദരനും ആവും. അപ്പം ഇത്ര ഉള്ളു ഇന്ന് ഇവരുടെ കുഞ്ഞു വീഡിയോ. ഞങ്ങളുടെ ലൂക്കച്ചൻ്റെയും ബ്ലാക്കിയുടെയും വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.